നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആണിത്. ഇടിയപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പം നല്ല ഇടിയപ്പം വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നിത ട്രൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി ബീഫ് ബിരിയാണി റെസിപ്പി ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഫോട്ടോ നല്ല ഭംഗിയുണ്ട്. റെസിപ്പീസ് ട്രൈ ചെയ്താലും മറക്കാതെ ഒരു ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesaresimple@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ്. ഒരുപാട് പേർക്ക് അറിയുന്ന ഐറ്റമാണ്, എന്നാലും കുറേ പേർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതുമാണ്. ഇന്ന് നമുക്ക് നോക്കാം വീട്ടിൽ നല്ല ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മതി. അരിപ്പൊടി, ഉപ്പ്, വെള്ളം, കുറച്ച് തേങ്ങാപ്പാലും ചെറിയ തേങ്ങ ഓപ്ഷണലാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വൈഡായിട്ട് ചുവട് കട്ടിയുള്ള പാത്രം വേണം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ. ഇതിലേക്ക് നമ്മൾ 1.25 കപ്പ് അല്ലെങ്കിൽ 300 മില്ലി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 300 മില്ലിയാണിത്. ഞാൻ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ടാണ് പറയുന്നത്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണത്. ഇനി ഇവിടെ 585 ഗ്രാംസ് നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവ് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് അപ്പം നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മയം വരുത്താൻ വേണമെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ഒരു ശകലം ഒരു സ്പൂണ് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാം. ഞാൻ ഇന്ന് ചേർക്കുന്നില്ല. ഒരുപാട് നേരം തിളയ്ക്കണ്ട. തിളച്ചിങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഓഫാക്കി ഇനി ഓരോ വലിയ തവിയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അരിപ്പൊടി. അങ്ങനെ മുഴുവൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം അബ്സോർബ് ആയതിനു ശേഷം ഇതിനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ അരിപ്പൊടി ഒന്ന് ചൂടായി വരണം. വെള്ളം നമ്മൾ പിന്നീട് ഇനിയും ചേർക്കും. ഇതൊന്നും ആ അരിപ്പൊടി നന്നായി ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇടിയപ്പം ഒന്നും കൂടി നന്നായി വരും. വറുത്ത അരിപ്പൊടി കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അരിപ്പൊടി വറുത്തതിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ആ അരിപ്പൊടി നന്നായി ചൂടായിരിക്കുകയാണ്. അതിനി മൂടി വയ്ക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അത്ര നേരം മൂടി വെച്ചതിന് ശേഷം ശരിക്കും നമ്മൾ വറുത്ത അരിപ്പൊടി ഉപയോഗിക്കുന്ന സെയിം എഫക്റ്റാണ് കിട്ടുന്നത്. അതിന് വേണ്ടിയാണ് ഇത്രയും നമ്മൾ ചെയ്ത് കൂട്ടിയത്. വറുത്ത അരിപ്പൊടി വീട്ടിലും ഉണ്ടാക്കാം, പക്ഷെ അതിന് കുറച്ചും കൂടി പ്രാക്ടീസ് വേണം. അരിപ്പൊടി വറുക്കുമ്പോൾ കുറച്ച് തെറ്റ് പറ്റിപ്പോയാൽ നമ്മുടെ ഇടിയപ്പം നന്നാവില്ല, കരിഞ്ഞ മണം വരികയും ചെയ്യും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇനി പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. 2.5 കപ്പ് തിളപ്പിച്ച വെള്ളം വേണം. 2.5 കപ്പ് എന്ന് പറഞ്ഞാൽ 600 മില്ലിയാണ്. അത് പകുതി ഭാഗം ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാവായിട്ട് കിട്ടാൻ വേണ്ടി ആ ഉണങ്ങിയ മാവൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കണം. ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കും. നമ്മുടെ ഉരുളിയുടെ സൈഡിൽ നിന്നൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി
സ്ക്രേപ്പ് ചെയ്ത് ഈ മാവ് ഒന്ന് കൂടെ നിൽക്കുന്ന രീതിയിലാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. ഒന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം, ഒന്ന് ചൂടാറുന്നത് വരെ. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാനുള്ള പാകമാവുന്ന വരെ. ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ തുടങ്ങാം. ഒരു സ്പൂണും ഉപയോഗിക്കാം, കൈയും ഉപയോഗിക്കാം എളുപ്പത്തിന് വേണ്ടി. എന്നിട്ടിത് മിക്സ് ചെയ്ത് മാവായിട്ട് ചേർന്ന് വരുന്നത് വരെ നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോഴും ചൂട് കൂടുതലാണെങ്കിൽ കുറച്ച് നേരം കൂടി മൂടി വയ്ക്കാം. തുറന്നു വെക്കാണ്ടിരിക്കണം നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ മാവിൽ തരി ആയിട്ട് കട്ട പിടിക്കും, പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ചൂടുപാകത്തിനായതിനു ശേഷം നമുക്ക് ഇനി ഇത് നന്നായി കുറച്ച് സമയമെടുത്ത് കുഴച്ചെടുക്കണം. കൈ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ശകലം അരിപ്പൊടി നമ്മുടെ കൈമേലൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ മാവായി കുഴച്ച് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ ആദ്യത്തെ ആ ഉരുളിയിൽ നിന്ന് മാറ്റി വേറെ ബോളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. കാരണം ഉരുളിക്കകത്ത് ചെറിയ തരികളും കട്ടകളൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ മാവിനെ ആ സ്മൂത്ത്നെസ് കളയും. അതുകൊണ്ട് ഒരു പുതിയ ബോളിലേക്ക് ആഡ് ചെയ്തിട്ട് അവസാനത്തെ കുഴക്കിൽ അതിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഒരു 8-10 മിനിറ്റ് നന്നായി കുഴച്ചതിന് ശേഷം നമ്മുടെ മാവ് നല്ല സ്മൂത്തും സോഫ്റ്റും കുറച്ചൊരു ബൗൺസ് ഉള്ള ഒരു മാവായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നല്ല ഇടിയപ്പം കിട്ടണമെങ്കിൽ നമുക്ക് ഈ മാവ് കുഴച്ച് നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് നേരം മൂടി വെക്കണം. ഞാനൊരു 10 മിനിറ്റ് മൂടി വെക്കാറുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പം പ്രസ് വേണം. അത് പലതരം ഉണ്ട്. പഴയ ടൈപ്പ് ഉണ്ട്, നമ്മുടെ മരത്തിൻ്റെ ഈ 2 സൈഡിൽ പിടിയുള്ളത്. പിന്നെ സ്റ്റാൻഡിങ് പ്രസ് ഉണ്ട്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഹാൻഡ് ഹെൽഡ് ചെറിയ പ്രസ്സും ഉണ്ട്, കൈ വെച്ചിട്ട് തിരിച്ച് ഊണിയെടുക്കുന്ന ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അതും കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഏത് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ചില്ല്, അതിൻ്റെ ആ മോൾഡിൻ്റെ നൂലിൻ്റെ ഷേപ്പ് കിട്ടുന്ന ആ അച്ചുണ്ട്, അത് പല സൈസിൽ കിട്ടുന്നതാണ്. ചിലതിന് നല്ല കട്ടിയുള്ള ഓട്ടയാണ്, ചിലതിന് നല്ല നേരിയതായിട്ട് ഫൈനായിട്ടുള്ള ഓട്ടയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. എനിക്ക് നല്ല ഫൈനായിട്ടുള്ള നൂൽ ഇടിയപ്പമാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഇടിയപ്പത്തിൻ്റെ റാക്ക് വേണം. ഇതുപോലെ തട്ടുകൾ, അത് ചെറിയ ഓട്ടകളുള്ള തട്ടുകളാണ് ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടും ഉപയോഗിക്കാം ചെറിയ ഇടിയപ്പം ഉണ്ടാക്കാൻ. പിന്നെ നമുക്കത് ഇറക്കി വെക്കാൻ ഒരു ചെമ്പും വേണം, നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റിയ ഒരു പാത്രം. അപ്പം നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെ പ്രസ് ഹാൻഡ് ഹെൽഡ് ആയാലും സ്റ്റാൻഡിങ് ടൈപ്പ് ആയാലും നമുക്കിതിൻ്റെ ഉൾഭാഗം അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് എണ്ണ വെച്ചൊന്ന് തടവി കൊടുക്കണം. അപ്പം നമ്മുടെ ഇടിയപ്പം എളുപ്പമായിട്ട് പോരും. ഇതാണ് ഇടിയപ്പത്തിൻ്റെ ചില്ല്. ഞാൻ ചെറിയ ഓട്ടമുള്ള ചില്ലാണ് ഉപയോഗിക്കുന്നത്. അതും ഒന്ന് ചെറുതായിട്ട് എണ്ണ വെച്ച് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കണം. ചെറിയ അച്ചാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് ചെറുതായിട്ട് എണ്ണ തടവി കൊടുക്കണം. ഇതാണ് മരത്തിൻ്റെ പഴയ സ്റ്റൈല് ഇടിയപ്പത്തിൻ്റെ അച്ച്. ഇന്ന് ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തൊടുമ്പഴ ഇങ്ങനെ തിരിച്ച് ചാടുന്ന എൻ്റെ അടുത്ത്. ഇങ്ങനെ ആയി കിട്ടിയാൽ നല്ല ഇടിയപ്പാവും, ഉറപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ പ്രസ്സിലേക്ക് ഈ ആ ഓട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് ഓരോ പിടി അതിലെത്ര പാകമാവും അത്രയും ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അടിയിൽ നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കണം. അതിൻ്റെ മേലെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഓരോ പ്ലേറ്റ് അതും വെച്ച് കൊടുക്കണം. അതിലേക്ക് നേരെ നമുക്ക് ഊണി കൊടുക്കണം നമ്മുടെ ഇടിയപ്പം. അപ്പോൾ ഈ ഓരോ തട്ടകളും ചെറുതായിട്ടൊന്ന് എണ്ണ വെച്ചിട്ട് നമുക്ക് തടവി കൊടുക്കാം. അപ്പോൾ വേഗം
കിട്ടും നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ ഇത് ഊണി കൊടുക്കുന്നത്. കാരണം പച്ച മാവായ ഇടിയപ്പത്തിൻ്റെ നൂല് നമുക്ക് കൈകൊണ്ട് പൊക്കി മാറ്റാൻ നോക്കിയാൽ അത് ചീത്തയായി പോകും. ഈ സ്റ്റാൻഡിങ് പ്രസ്സിൻ്റെ മുകളിലത്തെ ഈ പിടി തിരിച്ചാണ് അതിൻ്റെ നൂല് വരുന്നത്. പിന്നെ നമുക്കിത് മുകളിൽ നിന്ന് തിരിച്ചു കൊടുക്കാം. അതേ സമയത്ത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ പ്ലേറ്റും ഒന്ന് കറക്കി കൊടുക്കണം. അതിൻ്റെ ഷേപ്പും സൈസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ഈവനായിട്ട് പതുക്കനെ ചെയ്ത് കൊടുത്താൽ മതി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഏറ്റവും അവസാനം നടുക്കിലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ കൈ വെച്ച് പിടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് പിടിക്കാം. അങ്ങനെ നമ്മുടെ ആ ഹോളിൻ്റെ ഉള്ളിലത്തെ മാവ് തീരുമ്പോൾ പിന്നെയും ഇതുപോലെ ഓരോ ഉണ്ട ഉരുട്ടി നിറച്ച് കൊടുക്കണം. പിന്നെ ഇടിയപ്പത്തിൻ്റെ ആ പ്ലേറ്റ് ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിട്ട് വിട്ട് കിട്ടും. ആ അവസാനത്തെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണ ഭാഗം. നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഒന്ന് പൊക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഊണി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങ ചെറിയത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനേറ്റവും നല്ലത് ചിലർ ഇടിയപ്പത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും, എന്നിട്ട് സ്റ്റീം ചെയ്യും. പക്ഷേ ആദ്യം നമ്മുടെ തട്ടുമ്മലേക്ക് ഇടുമ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഊണി കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഷേപ്പായി കിട്ടും. അവസാനം നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞ ഇടിയപ്പം നോക്കുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് ഇരിക്കും. അത് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഊണി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാവ് തീരുന്ന വരെ നമുക്കിത് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ സ്റ്റീം ചെയ്യണ തട്ടിലേക്ക് ഓരോന്ന് പതുക്കനെ വെച്ച് കൊടുക്കണം. ഈ പച്ചമാവ് ഇടിയപ്പം മുട്ടാണ്ട് നോക്കണം. മുട്ടിയാൽ അതിങ്ങനെ അമുങ്ങിപ്പോവും. അപ്പോൾ ഓരോ ഇടിയപ്പത്തട്ട് റെഡിയായതിനു ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ പറ്റിയ വലിയൊരു പാത്രം, മൂടിയുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം. അതിൻ്റെ അടിഭാഗത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ആ വെള്ളം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ താഴത്തെ തട്ടിൽ മുട്ടാതെ നോക്കണം. ഇനി ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ആണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാറ് പാകത്തിനായി കിട്ടാൻ. മൂടി വെച്ചിട്ട് സ്റ്റീം ചെയ്യണം. പിന്നെ അതിൻ്റെ അടിയിലത്തെ വെള്ളം കുറവ് ഭാഗം വെള്ളമുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ച വെള്ളം ഒന്ന് ഇട്ട് കൊടുക്കണം. മതിയാവാണ്ട് വരും. ഇനി നമുക്ക് നോക്കാം ഇഡ്ഡലി തട്ടിൽ എങ്ങനെയാണ് ചെറിയ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന്. ഇഡ്ഡലി തട്ടായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ സാധാരണ ചെറിയ ഇടിയപ്പമാണ് ഇഷ്ടം. അപ്പോൾ മറ്റേ തട്ടിൽ മറ്റേ വലിയ ഇടിയപ്പം സ്റ്റീം ചെയ്യണ സമയത്ത് ഞാനിവിടെ ചെറിയ ഇടിയപ്പം റെഡിയാക്കി വെക്കും. അപ്പം നമുക്ക് അത് ഇറക്കി കഴിഞ്ഞ ഉടനെ ഇതും കൂടി വെക്കാം. നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ഇടിയപ്പം മാറ്റി. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ചൂടാറിയതിന് ശേഷം ആ തട്ടിൽ നിന്ന് മാറ്റിയാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിലുള്ള ഇടിയപ്പം കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾ പ്രഷർ കുക്കറിലാണ് ഇടിയപ്പം ഇറക്കി വെക്കുന്നതെങ്കിൽ മറക്കരുത്, സ്റ്റീമിൻ്റെ ആ വെയിറ്റ് വെക്കരുത്. വെയിറ്റ് ഇല്ലാണ്ട് സ്റ്റീം ചെയ്തെടുക്കണം.
ആ ഓട്ടയിൽ കൂടി ആവി പോയിക്കോട്ടെ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. മറക്കരുത്, വെള്ളം തീരുന്ന അനുസരിച്ച് വെള്ളം താഴെ ഒഴിച്ചു കൊടുക്കണം, തിളപ്പിച്ച വെള്ളം. ഇനി നമുക്ക് നോക്കാം ഈ കൈ കൊണ്ട് പിടിക്കുന്ന ഹാൻഡ് ഹെൽഡ് ഇടിയപ്പം പ്രസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ചില്ല് ഉപയോഗിക്കാം. അത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കിയതിന് ശേഷം കൈ കൊണ്ട് തിരിച്ച് ഇതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എളുപ്പം വലുത്, ചിലർക്ക് അതാണ് എളുപ്പം. പിന്നെ വലുത് എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവണമെന്നില്ല. ഇതിൻ്റെ ചില്ലിൻ്റെ ഓട്ട കുറച്ച് വലുതായതുകൊണ്ട് അതിൻ്റെ ഇടിയപ്പം കുറച്ചും കൂടി കട്ടിയുള്ളതാണ്. കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് ഈ ഫൈനായിട്ടുള്ള നൂൽ ഇടിയപ്പമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വലിയ അച്ചു വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തേങ്ങ ചെറുകിയത് ആഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതും നല്ലതാണ്. എന്നാലും ഓർമ്മ വയ്ക്കണം, ഇത് തേങ്ങ ഉള്ള ഇടിയപ്പം ഒരുപാട് നേരം പുറത്ത് വെച്ചാൽ ചീത്താവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലൊരു സ്പാച്ചുല വെച്ചിട്ട് നമ്മുടെ ഇടിയപ്പം ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ പൊക്കി കിട്ടും ഇത്. അതിൻ്റെ അടിഭാഗം നല്ല ഫ്ലാറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. കാരണം നമ്മളിത് തിരിച്ച് സെർവ് ചെയ്യുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ടിരിക്കും. തേങ്ങ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അമുങ്ങിയിരിക്കുകയും ചെയ്യും. നമ്മുടെ പത്തിരിയൊക്കെ പോലെ തന്നെ നല്ല വട്ടത്തിൽ നല്ല കനം കുറഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ ചെറിയ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയ ഇടിയപ്പം കാണാൻ നല്ലതാണ്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇടിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഒരു കാസറോളിൽ വെച്ച് നമുക്ക് അടച്ചു വെക്കാം, സെർവ് ചെയ്യണ നേരം വരെയും കറിയൊക്കെ റെഡി ആവട്ടെ. പിന്നെ നമ്മുടെ ഈ അച്ചും ഇതിൻ്റെ ചില്ലൊക്കെ അതിൻ്റെ ആ റിങ്ങും പെട്ടെന്ന് തന്നെ വെള്ളത്തിലിടുന്നതായിരിക്കും നല്ലത് പണി കഴിയുമ്പോൾ. കാരണം അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ചാൽ കഴുകാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ എളുപ്പത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നല്ല മയമുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ആ അളവിൽ ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് നന്നായിട്ട് വരും. ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.